ആ ഹംദ് ചെയ്യുന്നതാണ് തികയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾക്ക് അതൊന്നും പെട്ടാമില്ല. അള്ളാഹുവിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പൂർണ്ണതയുള്ള ഗുണമാണ്. മനുഷ്യന് ജനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ല് തന്നിട്ടുണ്ട്, അല്ലേ? മുടിയുണ്ട്, നഖമുണ്ട്, കണ്ടോ? ചെറിയ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ജനിച്ചു വീഴുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നഖമുണ്ട്, മുടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പല്ലുണ്ടോ? അതിൻ്റെ പല്ലെങ്ങാനുണ്ടെങ്കിൽ പിന്നെ ഉമ്മ വില കൊടുക്കലുണ്ടാവില്ല. കൊടുക്കാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ വല്ലാത്ത ഗുണം ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു പൂർണ്ണതയുള്ള ഗുണം ചെയ്തവനാണ് വളർച്ച. ഏത് അവയവം എപ്പോൾ വളരണം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ഉണ്ടാകണം, ഇതെല്ലാം മനസ്സിലാക്കുന്ന അങ്ങനെ ഗുണം ചെയ്തവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ ഇർറഹു അൽ മുത്തക്കാമില, പൂർണ്ണമായ ഗുണം ചെയ്ത അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. സുമ്മസ്വലാത്തു അല റസൂലിൽ മുസ്തഫ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നിരങ്ങൾക്ക് എല്ലാവരും സ്വലാത്തുണ്ടാകും. അവരുടെ കുടുംബത്തിനും സഹാബത്തിനും തുബായും അവരോട് താബി തുബായുടെ പിൻപറ്റുന്നവർക്കും എന്നത് ബൈത്ത് എന്ന് പറയാം, അല്ലേ? ബൈത്തിൻ്റെ എന്നത് വില എന്നുണ്ട്. തുടർച്ചയായി സ്വലാത്തു വസ്സലാം തഖ്വൽ ഇലാഹി, തഖ്വൽ ഇലാഹി, തഖ്വയുടെ തരീഫാണ്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബിൽ, എപ്പോഴും കൽപ്പിച്ചതൊക്കെ എടുക്കണം, വിരോധിച്ചതൊക്കെ ഒഴിവാക്കണം എന്ന ചിന്തയാണ് തഖ്വ. നിർബന്ധങ്ങളൊക്കെ ചെയ്യണം, സുന്നത്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഒഴിവാക്കണം, കറാമത്തോ ഹറാമൊക്കെ ഒഴിവാക്കണം. ഇതാണ് തഖ്വ. അത് എന്താണ്? അടിസ്ഥാനം സഅദ് വിജയം. എല്ലാ വിജയങ്ങളുടെ അടിസ്ഥാനം തഖ്വയിലാണ്. ഇതെന്തെങ്കിലും വിജയിച്ചു, ഒരാൾ വിജയിച്ചു. എന്ത് ശരിയാണോ ചെയ്യണം, തെറ്റാണോ ഉപേക്ഷിക്കണം. ശരി ചെയ്യണം, തെറ്റ് ഉപേക്ഷിക്കണം. ഹറാമ് ചെയ്യരുത്, കറാഹത്ത് ചെയ്യരുത്, സുന്നത്ത് ചെയ്യണം, ഫർദ് ചെയ്യണം. മനസ്സിലായോ? ഇതാണ് ശരിക്കും തഖ്വ എന്ന് പറയുന്നത്. എന്നാലോ അതിൻ്റെ ഓപ്പോസിറ്റാണ് തിബാഉ അഹ്വാ. എന്താ ഹവ എന്ന് പറഞ്ഞാൽ? ഹവ ഒരു തരം ഒരാൾ തകരുന്ന സമയത്ത്, ഇപ്പൊ ഈ ഹവയാണ് എന്ത്? ഇപ്പോൾ